നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ ഇന്തോനേഷ്യ സന്ദർശനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫൈറ്റർ ജെറ്റ് അകമ്പടിയോടുകൂടിയുള്ള ഗംഭീര സ്വീകരണമായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബാന്തോ ഒരുക്കിയത്. എന്നാൽ വെറും സൗഹൃദ സന്ദർശനമല്ല ഇതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ഒപ്പുവെച്ച $650 മില്യൺ പ്രതിരോധ കരാറാണ് ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈലുകൾ ഇന്തോനേഷ്യ വാങ്ങാൻ തീരുമാനിച്ചു. ഇതിനൊപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളും അവർ സ്വന്തമാക്കുന്നു. ഈ മിസൈലുകൾ വാങ്ങുന്ന ആദ്യത്തെ വിദേശ രാജ്യമാണ് ഇന്തോനേഷ്യ എന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വലിയൊരു വിജയമാണ്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ നേരിടാൻ ഈ മിസൈലുകൾ ഇന്തോനേഷ്യക്ക് വലിയ കരുത്താകും. പ്രതിരോധം മാത്രമല്ല, സാംസ്കാരികമായും ഇന്ത്യയും ഇന്തോനേഷ്യയും വളരെ അടുത്താണ്. രാമായണത്തെ ആസ്പദമാക്കിയുള്ള വയാങ്കുലി പപ്പറ്റ് ഷോയും മറ്റും പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ നടന്നു. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രമായ പ്രാംബാനൻ ക്ഷേത്രം പ്രധാനമന്ത്രി സന്ദർശിക്കുകയും 1000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി സബാങ് തുറമുഖം ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വികസിപ്പിക്കുന്നു. മലാക്ക കടലിടുക്കിന് അടുത്തുള്ള ഈ തുറമുഖം ചൈനയുടെ നാവിക നീക്കങ്ങളെ നിരീക്ഷിക്കാൻ ഇന്ത്യയെ സഹായിക്കും. ചൈനയുടെ വിപുലീകരണ നയത്തിനെതിരെ ഇന്തോനേഷ്യയും ഇന്ത്യയും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI ഇന്തോനേഷ്യയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് വിനോദസഞ്ചാരത്തെയും വാണിജ്യത്തെയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാനും നിക്കൽ, സ്റ്റീൽ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താനും ഇന്ത്യ സഹായിക്കും. ഇന്തോനേഷ്യയ്ക്ക് ശേഷം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്കും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ആണവോർജ്ജം, വ്യാപാര കരാറുകൾ എന്നിവയാണ് ഇവിടെ ചർച്ചാ വിഷയം. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ ഒരു വലിയ കയറ്റുമതിയായി മാറിയെന്നതിൽ സംശയമില്ല. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.